നല്ല ടേസ്റ്റുമാണ് എന്നാൽ ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ. പല സ്ഥലത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തരി കാച്ചിയത്, സൂചി കാച്ചിയത്, റവ കാച്ചിയത്, അങ്ങനെ. ചട്ടി വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് മാറ്റണം കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, ഓപ്ഷണലാണ്. ഇതിട്ടില്ലെങ്കിലും സാധനം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് രണ്ടും വറുത്ത് മാറ്റി കഴിഞ്ഞാൽ സെയിം നെയ്യിൽ തന്നെ കുറച്ച് റവയും കൂടെ അത് ഇതേപോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. റവ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതേ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കവർ ഫുള്ള് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പേരിന് ഇതേ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരുപാട് പഞ്ചസാര വാരിക്കോരി ഇടരുത് കേട്ടോ. കുറച്ച് പഞ്ചസാര മതി. കാരണം മധുരം ഓവറായാലും നമുക്ക് മത്തടിക്കും, കുടിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു മീഡിയം പഞ്ചസാര ഇട്ട് ആ ഒരു മധുരത്തിൽ കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എന്നിട്ട് ഇതേ കുറച്ച് ഏലക്കായും കൂടെ കീറി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റോളം ഇളക്കി കഴിഞ്ഞ് ഏകദേശം ഒന്ന് കുറുകിയെന്ന് കാണുമ്പോഴത്തേക്ക് തീ ഓഫാക്കിയാൽ നമ്മുടെ സൂചി കാച്ചിയത് റെഡിയായി. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായി. സമൂസ ഉണ്ട്, പിന്നെ അതേ നമ്മുടെ തരി കാച്ചി അല്ലെങ്കിൽ സൂചി കാച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം. ഇതിൻ്റെ കുറുക്കം കണ്ടില്ലേ, ഏകദേശം അത്ര ഒരു കുറുക്കത്തിൽ എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ട്. അസുഖം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തരിക്കഞ്ഞി ഒരു 4 പേർക്ക് കുടിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ, നാത്തൂനും പിള്ളേർക്കും. എന്നിട്ട് വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ അടുത്ത ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ.